സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ അറസ്റ്റിലായ ഫരീദാബാദ് വൈറ്റ് കോളർ ഭീകര സംഘം ആശയവിനിമയത്തിന് ഉപയോഗിച്ചത് ടെലിഗ്രാം എന്ന് NIA. സ്ഫോടക വസ്തുവിന് ഉപയോഗിച്ച കോഡ് ബിരിയാണി എന്നാണ്. ആക്രമണ പദ്ധതിക്ക് നൽകിയ കോഡ് വിരുന്ന് എന്നർത്ഥം വരുന്ന ദാവത്ത് എന്ന വാക്കാണ്. NIAയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. അതേസമയം ഡൽഹി സ്ഫോടന കേസിൽ കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബിയുടെ കൂട്ടാളി അമീർ റഷീദിനെ NIA കശ്മീരിലേക്ക് കൊണ്ടുപോകും. ബോംബ് നിർമ്മിക്കാൻ അമീർ റഷീദ് ഉമറിനെ സഹായിച്ചു എന്നതാണ് കണ്ടെത്തൽ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, റിമാൻഡ് റിപ്പോർട്ടിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഇവർ ഉപയോഗിച്ചിരുന്ന കോഡ് എന്താണ് എന്നതുൾപ്പെടെ, ഒപ്പം മറ്റ് നടപടികൾ എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനിടെ NIA കൈക്കൊണ്ടിട്ടുള്ളത്? അനുജ, ഈ ഡൽഹി സ്ഫോടനത്തിൽ ചാവേറായി പ്രവർത്തിച്ച ഡോക്ടർ ഉമർ നബിയുടെ കൂട്ടാളിയായ അമീർ റാഷിദിനെ കഴിഞ്ഞ ദിവസമാണ് NIA അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഇന്ന് ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കുകയും കോടതി 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് നിർണായകമായ ചില വിവരങ്ങൾ, ചില വെളിപ്പെടുത്തലുകൾ NIA നടത്തുന്നത്. ഈ ഭീകരാക്രമണത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന ഈ ഉമറും ഒപ്പം തന്നെ അമീറും ഒന്നിച്ചാണ് നടത്തിയത് എന്നും ഇതിന്റെ ഭാഗമായി ഒരു ചാവേർ ആക്രമണം ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച I-20 കാർ വാങ്ങിയത് എന്നും അത് വാങ്ങിയിരുന്നത് അമീറിന്റെ പേരിലായിരുന്നു. തുടർന്ന് ഈ ബോംബ് നിർമ്മിക്കാൻ ഉൾപ്പെടെ അമീർ ഉമറിനെ സഹായിച്ചിരുന്നു എന്നുമാണ് NIA വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വൈറ്റ് കോളർ സംഘം ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നത് ഈ ടെലിഗ്രാം ആപ്പ് ആയിരുന്നു എന്നും ഈ ആപ്പിൽ തന്നെ ചില കോഡ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ സ്ഫോടന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചിരുന്നത് എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്ഫോടന വസ്തുവിന് ബിരിയാണി എന്ന പദമായിരുന്നു കോഡ് വാക്കായി ഉപയോഗിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ സ്ഫോടന പദ്ധതിക്ക് ഇവർ നൽകിയിരുന്ന പേര് ഹിന്ദിയിൽ വിരുന്ന് എന്ന അർത്ഥം വരുന്ന ദാവത്ത് എന്ന കോഡ് വാക്കായിരുന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ ലഭിച്ച അമീറിനെ ജമ്മു കശ്മീരിലേക്ക് കൊണ്ടുപോയി അവിടെയും തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ NIA നടത്തും. ഇതോടൊപ്പം തന്നെ NIA ഇതുവരെയും ഈ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട് 2000-ഓളം വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ സ്ഫോടനത്തിന് തൊട്ടു മുൻപുള്ള 10 ദിവസം ഉമർ താമസിച്ചിരുന്ന ന്യൂഹിലെ വീടിന്റെ ഉടമസ്ഥൻ അയാളുടെ ബന്ധുവിനെയും NIA കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ഡൽഹി സ്ഫോടനത്തിനും വൈറ്റ് കോളർ ശൃംഖലയ്ക്കും മറ്റ് ഭീകര സംഘടനകളുമായി ലഷ്കർ അടക്കമുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്നതിന്റെ സൂചനകളും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ജമ്മു കശ്മീരിന് അപ്പുറത്തേക്ക് പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഷ്കർ തൊയ്ബയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഭീകരർ ഇപ്പോൾ 4 പേർ 2 ജയിലുകളിലായി കൊൽക്കത്തയിലുണ്ട്. ഇവരെ 3 പേരെ NIA ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ. ഇതോടൊപ്പം ഈ ലഷ്കർ തൊയ്ബയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി ഉൾപ്പെടെയുള്ളവർ ഈ ശൃംഖലയുമായി ബന്ധമുണ്ട് എന്ന വിവരമാണ് NIAക്ക് ലഭിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.